കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയെ LDF നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായി പരാതി. ചുക്ലി ഗ്രാമപഞ്ചായത്തിൽ 7ാം വാർഡിൽ മത്സരിക്കുന്ന റഫ്ഷാനയ്ക്ക് നേരെയാണ് ഭീഷണി. LDF ബ്ലോക്ക് സ്ഥാനാർത്ഥിയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. എന്നെ ചുക്ലി പഞ്ചായത്ത് 7ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെ 1:45 എൻ്റെ നോമിനേഷൻ കൊടുക്കലായിരുന്നു. 2 CPM നേതാക്കന്മാർ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഉദയമാൻ, രാകേഷ് എന്നിവർ വീട്ടിൽ വരികയുണ്ടായിരുന്നു. എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് എൻ്റെ ഉപ്പയോട് ആവശ്യം ഉന്നയിച്ചു. സുഖമില്ലാത്തൊരു വ്യക്തിയാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്, 2 അറ്റാക്കൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഉപ്പാക്കത് മാനസികമായി വിഷമം ഉണ്ടായപ്പോൾ എനിക്കും അത് ഭയങ്കര സങ്കടമായിപ്പോൾ. എൻ്റെ അവകാശമാണ്, ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്, എൻ്റെ ഉറച്ച തീരുമാനമാണ്. മുഹമ്മദ് റഹീസ് നോമിനേഷൻ നൽകിയ ശേഷമാണ് പിൻവലിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം എന്ന് പറയുന്നു. എന്താണ് സാഹചര്യം? ഗോകുൽ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ നേതാക്കളൊക്കെ റഫ്ഷാനയുടെ വീട്ടിൽ വന്ന് പറഞ്ഞ ഒരു വാക്കാണ്. അതായത് ഇപ്പോൾ ഞങ്ങൾ വന്നു പറഞ്ഞു, ഇനി എന്ത് സംഭവിക്കും എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ള ഒരു വാദമാണ്, എന്നുള്ള ഒരു വാക്ക് അവർ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് വിശദീകരിക്കുക എന്നറിയില്ല. കാരണം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു, അതിനുശേഷം പത്രിക നൽകി ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ്, അത് UDFൽ ലീഗ് മത്സരിക്കുന്ന വാർഡാണ്. ആ ലീഗ് മത്സരിക്കുന്ന വാർഡിലാണ് ഈ റഫ്ഷാന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. CPMന് വളരെ സമഗ്രാധിപത്യമുള്ള ഒരു പഞ്ചായത്താണത്. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഉദയൻ മാസ്റ്റർ, ഒപ്പം തന്നെ BK രാകേഷ് ഇവർ വീട്ടിലെത്തി തന്റെ പിതാവിനെ ഭീഷണിപ്പെടുത്തി എന്നാണ് റഫ്ഷാന പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് റഫ്ഷാന ഉറച്ചു പറയുന്നത്. ഗോകുൽ, റഹീസായാലും LDF ശക്തി കേന്ദ്രത്തിലാണ്, CPM ശക്തി കേന്ദ്രത്തിലാണ് UDF സ്ഥാനാർത്ഥിക്ക് ഭീഷണി എന്ന പരാതി ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.